നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ നാദർ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ആസിഫ് ഷെയ്ഖ് അടക്കമുള്ള 3 ലഷ്കർ ഭീകരരെയാണ് വധിച്ചത്. അവന്തിപ്പോരയിലെ നാദറിൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ കൊലപ്പെടുത്തിയത്. നാദർ ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഭീകരർ ഒളിച്ചിരുന്നത്. ലഷ്കർ ഭീകരരായ യാവർ അഹമ്മദ്, ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, അമീർ നാസർ വാനി എന്നിവരെയാണ് വധിച്ചത്. മെയ് 12 മുതൽ ആസിഫ് ഷെയ്ഖ് ഈ മേഖലയിലുണ്ടായിരുന്നു. ഭീകരർ സ്ഥലത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയത്. മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ, 16 വയസ്സുള്ള ആദിൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ഇരുവരും കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. ഇരുവരെയും കാണാതായതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. 20-കാരൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയാണ് വെള്ളത്തിൽ മുങ്ങിയതാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ഒരു മാസത്തിനു ശേഷം സ്വർണ്ണവില 69,000-ന് താഴെയെത്തി. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 68,880 രൂപയാണ്. ഇന്നലെ പവന് 320 രൂപ വർദ്ധിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ് 2,280 രൂപയാണ് 2 ദിവസം കൊണ്ട് സ്വർണത്തിന് കുറഞ്ഞത്. ഇന്നത്തെ വിലയിടിവ് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 107 രൂപയാണ്. ഷബീർ അണ്ടത്തോടിന്റെ 13ാമത് പുസ്തകം ഹൃദയം തൊട്ട് സൂക്ഷ്മ കവിതകൾ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. അണ്ടത്തോട് സെന്ററിൽ നടന്ന ചടങ്ങിൽ പൊതുപ്രവർത്തകൻ അഷ്റഫ് ചാലിൽ പുസ്തകം ഏറ്റുവാങ്ങി. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളം അധ്യക്ഷത വഹിച്ചു. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. വാർഡ് മെമ്പർ PS അലി, AM അലാവുദ്ദീൻ, VK മുഹമ്മദ്, V മായിൻകുട്ടി അണ്ടത്തോട്, AV മുഹമ്മദ് ഫൈസി പുറങ്ങ്, പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ V അബു താഹിർ, മമ്മു കടിക്കാട്, കവി ഷബീർ അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പരിധിയിലെ ക്ഷീരകർഷകർക്കായി രാത്രികാല മൃഗചികിത്സാ സേവനങ്ങൾ ആരംഭിച്ചു. P നന്ദകുമാർ MLA മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K സൗദാമിനി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ മൃഗസംരക്ഷണ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരും മറ്റുദ്യോഗസ്ഥരും ക്ഷീരകർഷകർ, പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 5 മണി വരെയാണ് പ്രവർത്തന സമയം. ഇതിനായി ക്ഷീരകർഷകർക്ക് 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. കേരള സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ആരംഭിച്ചത്. 1ാം ഘട്ടം എന്ന നിലയിൽ 47 ബ്ലോക്കുകളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. നാടൻപാട്ട് കലാകാരൻ സുമേഷ് യാത്രയായി. നാടൻപാട്ട് കലാകാരനും മേക്കപ്പ് മാനുമായ തിപ്പലശ്ശേരി കോത്തുള്ളി വീട്ടിൽ 42 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. ഷോർട്ട് ഫിലിം സംവിധായകനും സിനിമാ നാടക നടനുമായ അഭിനയ ഗഫൂറിന്റെ ശിഷ്യനാണ്. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാത്രി 7:30-യോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പരേതരായ സുബ്രഹ്മണ്യൻ ശാന്ത ദമ്പതികളുടെ മകനാണ്. നീതു ഭാര്യയും അർച്ചന, അതുൽ കൃഷ്ണ എന്നിവർ മക്കളുമാണ്. സംസ്കാരം കരിക്കാട് ഷൺമുഖപുരം ശ്മശാനത്തിൽ നടത്തി. ചെറുവത്താനിയിൽ കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലപ്പള്ളി വീട്ടിൽ 58 വയസ്സുള്ള ദേവദാസാണ് കുടുംബക്ഷേത്രത്തിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30-ഓടെ ക്ഷേത്രത്തിലെത്തിയ തന്ത്രിയാണ് ആദ്യം കണ്ടത്. തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചു. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഷീന ഭാര്യയും അഞ്ജന, അർച്ചന എന്നിവർ മക്കളുമാണ്. ഒരുമനയൂരിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ പ്രീമിയർ ലീഗിന്റെ 15ാമത് സീസണിന് തുടക്കമായി. ലഹരി എന്ന മഹാവിപത്തിനെതിരെ സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ ഒരുമനയൂർ പ്രീമിയർ ലീഗിന് തുടക്കം കുറിച്ചത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടനം ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. ഒരുമനയൂർ പ്രീമിയർ ലീഗ് ചെയർമാൻ മുത്തു ഒരുമനയൂർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KJ ചാക്കോ, പത്മദാസ്, TP സൈഫു തുടങ്ങിയവർ സംസാരിച്ചു. അനസ് നന്മ സ്വാഗതവും RK ഷെജിൽ നന്ദിയും പറഞ്ഞു. അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ 27ാമത് മദ്ദളകേസരി കുളമംഗത്ത് നാരായണൻ നായർ അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും നടത്തി. ചടങ്ങിൽ പാർക്കാടി ക്ഷേത്രം മുരാളൻ, തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി, മദ്ദള കലാകാരൻ എടപ്പാൾ സേതുവിന് എൻഡോമെന്റ് സമർപ്പിച്ചു. എരവത്ത് അപ്പുമാരാർ, പെരിങ്ങോട് നന്ദകുമാർ, പെരിങ്ങോട് രാജീവ്, പെരിങ്ങോട് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മദ്ദളകളിയുമുണ്ടായിരുന്നു.
തമ്പാൽ കാഞ്ഞിരമുക്ക് MGS സ്കൂളിൽ നിന്നും 4 വിദ്യാർത്ഥികൾക്ക് LSS സ്കോളർഷിപ്പ് നേടി. MS ഗായത്രി, MS അനയകൃഷ്ണ, ഗായത്രി K അരവിന്ദ്, KA മീനാക്ഷി എന്നിവരാണ് സ്കോളർഷിപ്പ് നേടി സ്കൂളിന് അഭിമാന താരങ്ങളായത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8610 രൂപ, പവന് 68,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.